സകലതും ഇപ്പൊ തമ്മിൽ തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. പ്രിൻസിപ്പാളിന്റെ വാക്കുകൾ അനുസരിച്ച് 90% SFIക്കാരുള്ള ഒരു കോളേജ്. ആ കോളേജിൽ SFIയുടെ ഏരിയ സെക്രട്ടറിക്ക് നേരെ നടന്നെടുത്ത് അട്ടിച്ച് ചെവിട് പൊട്ടിക്കണമെങ്കിൽ നമ്മളിപ്പോ രജനീകാന്ത്, വിജയ് തുടങ്ങിയ ആളുകൾക്കൊക്കെ മാത്രം കഴിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഒരാൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. പക്ഷെ അതിന് ഉപോത്ബലകമാവുന്ന ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. അതിനോട് ഇങ്ങനെയാണ് SFI പ്രതികരിക്കേണ്ടതെന്നാണോ SFIയുടെ സംസ്ഥാന നേതൃത്വം യൂണിറ്റ് കമ്മിറ്റികളോടും ഏരിയ കമ്മിറ്റികളോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്? വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു. അടി കിട്ടിയാലും തിരിച്ചടിക്കരുതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തനം തിരിച്ചടിച്ചിട്ടില്ല. അവിടെ ഉന്തരം തള്ളലും ഉണ്ടായത്. അടിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഭാഷയാണ്. ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകരുതായിരുന്നു. അത് ഈ സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള കാര്യം നല്ല ധാരണ ഈ സഹാക്കൾക്ക് വേണ്ടിയിരുന്നു എന്നാണ് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തൊക്കെയാ നടന്നത് ഇവിടെ? നിങ്ങൾ ഇപ്പോഴും ശ്രീ അഭിലാഷ് വ്യക്തിപരമായി നിങ്ങൾ എടുക്കുന്ന നിലപാടിനോട് വളരെ എന്താ പറയുക, വളരെ മോശം അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും തരത്തിൽ 99.1% ശരിയും ഉണ്ടായിരുന്നെങ്കിലെങ്കിലും ആ ശരിയുടെ കാര്യം പറയാമായിരുന്നു. ഏമാമാരുടെ ഏറാം മൂടുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ ദൃശ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? നിങ്ങളുടെ നേതാവിന്റെ പ്രസംഗം ഇവിടെ നിൽക്കുകയല്ലേ? അങ്ങനെയാണല്ലേ? ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെ ഈ നിലയിൽ കൈകാര്യം ചെയ്തതിനെ എങ്ങനെയാണ് അഫ്സൽ എന്ത് കാര്യത്തിന്റെ പേരിലാണ് ന്യായീകരിക്കാൻ കഴിയുക? അത് ആശ്ചര്യജനകമാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? അത്ഭുതകരമാണ്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെങ്കിലും അങ്ങനെ ചെയ്യരുത് അഫ്സൽ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയാം. ഇവരോട് ക്ഷമിക്കരുത്. താങ്കൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവല്ലേ? വളരെ പ്രധാനപ്പെട്ട നേതാവല്ലേ? SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നേതാവല്ലേ? ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. നിങ്ങളുടെ അണികളായി നിങ്ങൾക്കല്ലേ കേരളത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത്, അണികൾ ഉള്ളത്? അവര് കാണില്ലേ ഞങ്ങളുടെ നേതാവ് വേണമെങ്കിൽ ഞങ്ങളെ അടിച്ചാൽ പ്രിൻസിപ്പാളിനെ ഇങ്ങനെയും കൈകാര്യം ചെയ്യാന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്ന ആളുകൾക്ക് തോന്നില്ല. എത്ര പാടിയിട്ടും ഒരു പ്രയോജനമില്ല ചേട്ടാ. ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പ്രിൻസിപ്പാൾക്ക് SFI ഏരിയ പ്രസിഡന്റ് അടിക്കുന്നത് രജനീകാന്തിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നാ നിങ്ങൾ എന്ത് നിലപാട് തള്ളുന്നതാണ്? രാഷ്ട്രീയ നിലപാടൊന്നുമല്ല, ചോദ്യമല്ലേ? കടുവായെ കിടുവ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ആ അധ്യാപകൻ ഈ പറയുന്ന SFIയുടെ ഏരിയ പ്രസിഡന്റ് കർണപടം ഓട്ടോറിക്ഷ അടിച്ച് തകർന്നതാണ്. നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണ്. നിങ്ങൾക്ക് അധ്യാപകരുടെ അനുകമ്പ മനസ്സിലാകുന്നു. നിങ്ങളെന്താ വിദ്യാർത്ഥി പക്ഷത്ത് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ഒരു വിദ്യാർത്ഥിയുടെ ചെവി അടിച്ചു പൊളിച്ച അധ്യാപകനെ കുറിച്ച് ഇതുവരെ ശ്രീ അഭിലാഷ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ഇങ്ങനെ പ്രിൻസിപ്പൽ പുറത്തുനിന്ന് വന്ന നിങ്ങളുടെ SFIയുടെ ഏരിയ സെക്രട്ടറി, ആ കോളേജിലെ വിദ്യാർത്ഥികളല്ല കേട്ടോ, കോളേജിലെ വിദ്യാർത്ഥികൾ അല്ലാത്ത ആളുകൾക്ക് പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുമ്പിൽ എന്താണ് കാര്യം എന്നൊക്കെ വേറെ ചോദ്യമാണ്. അത് അവിടെ ഇരിക്കട്ടെ. എല്ലാരും വിളിച്ചു. അങ്ങനെ വന്ന ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സർവാത്മന അപലപിക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോ അഫ്സൽ അയച്ചിട്ടുള്ള ഈ ദൃശ്യത്തിനും കഴിയുന്നില്ല. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കണം. ഇത് കേട്ട് നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. ആ SFIയുടെ ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ ചെവി ഓട്ടോറിക്ഷ അടിച്ച് തകർന്നായിരിക്കും. ഞാനിപ്പോ അതിലേക്ക് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലായി കാണും. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഒപ്പുന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. ഒരു ഗസ്റ്റ് ടീച്ചർ പ്രിൻസിപ്പാളിനെതിരെ കൊടുത്ത പരാതി എനിക്ക് അയച്ചു. ഞാൻ ആ പരാതി വായിച്ചു. കേൾക്കൂ. ഞാൻ ആ പരാതി വായിച്ചു. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്താണ് ഈ കാട്ടി വെച്ചിരിക്കണ? എന്നാണ് പരാതി പോലീസിൽ കൊടുത്തിട്ടുള്ളത്? 2-ാം തീയതി. എന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? 1-ാം തീയതി. എല്ലാം എനിക്ക് മനസ്സിലായി. നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയാം. പരാതി 12 പേജുള്ള പരാതിയാണ്. ആ പരാതി എന്താ? ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ പ്രിൻസിപ്പൽ കണ്ണുരുട്ടി നോക്കി എന്നൊക്കെയാണ്. അങ്ങനെ ടീച്ചർമാരെ കണ്ണുരുട്ടി കാണിക്കുന്ന ആളായിരുന്നു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ ചർച്ച ചെയ്യണോ? കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അഭിലാഷ്, നിങ്ങൾക്കപ്പോ SFI പറയുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപിക കൊടുത്ത പരാതി ഒന്നും ഒരു വിലയില്ല. അത് ഇനിയിപ്പോ ഞാനോട് എന്ത് പറയാൻ? 8 മുട്ടൻ തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ട. 1-ാം തീയതി നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു. 2-ാം തീയതി പ്രിൻസിപ്പാളിനെതിരെ ഒരു ടീച്ചറിന്റെ പരാതി വരുന്നു. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. പരാതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അതിലും തമാശ. ഇതിലൊക്കെ ഞാനിപ്പോ എന്താ പറയാ? ഒരു കയ്യബദ്ധം
നാറ്റുകരുത്. നമ്മൾ എങ്ങനെയാണ് ശ്രീ അഫ്സൽ ഈ നാട്ടിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക? അവർ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളല്ലേ. ഒരു വിദ്യാർത്ഥി സംഘടന തെറ്റ് പറ്റാത്തവരൊന്നുമല്ല മനുഷ്യർ. അബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. എന്റെ സംഘടനയുടെ പ്രവർത്തകർക്ക് തെറ്റ് പറ്റിപ്പോയി. ഞങ്ങൾ നിരുപാധികം ഈ സമൂഹത്തോട് മാപ്പപേക്ഷിക്കുന്നു. ഇനി ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യില്ല. ചെയ്യാതിരിക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. മാപ്പിളോട് കളിക്കണ്ടട്ടാ, അയലൊരു ഈട് മൂടില്ലാത്തവനാ. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഞങ്ങളുടെ വിദ്യാർത്ഥി സഖാക്കൾക്ക് കൊടുക്കുമെന്ന് SFI ഈ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ കൈയടിച്ച് അംഗീകരിച്ചേനെ. നിങ്ങൾ കറക്കാൻ നമ്മൾ ആകെ കറങ്ങിപ്പോ. നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നു. ഈ പ്രിൻസിപ്പാളിനെതിരെ വേറെ പരാതി ഉണ്ടായിരുന്നു പറയുന്നു, ടീച്ചർ പരാതി പറഞ്ഞെന്ന് പറയുന്നു, അവരെ ഈ പ്രിൻസിപ്പാൾ കണ്ണുരുട്ടി നോക്കിയെന്ന് പറയുന്നു. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ അഫ്സൽ, അതല്ല ഈ രാത്രിയിൽ വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചൊട്ടയിലെ ശീലം ചുടല. എനിക്ക് എന്റെ സംഘടനയ്ക്ക് ജനങ്ങളോട് പറയാനുള്ളത് പറയാൻ വേണ്ടിയാണ് വന്നത്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഇനി തോക്കിൽ കേടി വരി വെക്കരുത്. അവസരം തരണം. ഒറ്റക്ക് എനിക്ക് അഫ്സലിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. അവിടെ ഞാൻ പറയാം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്തേക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഏക്കൂല. 4 ഇയർ ഡിഗ്രിയെ കുറിച്ച് ആർക്കും അറിയില്ല. 4 ഇയർ ഡിഗ്രിയെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ജില്ലകൾ തോറും സ്റ്റഡി സർക്കിൾ നടത്തി അതിനെക്കുറിച്ച് പഠിപ്പിച്ചാണ് 4 ഇയർ ഡിഗ്രി എൽപിഎസ്കിലേക്ക് SFI പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഭയങ്കരം ഒരു മേശയും 4 കസേരയിട്ട് വരുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ എണ്ണം എടുത്ത് അവരുടെ നമ്പർ വാങ്ങിക്കുന്ന പരിപാടിയല്ല. ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അഡ്മിഷന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അവരുടെ നമ്പറും അഡ്രസ്സും വാങ്ങിക്കുന്ന പരിപാടിയാണോ അത്? അങ്ങനെയാണോ കാലാകാലങ്ങളിലായി വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിട്ടുള്ളത്? വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര കൺസെഷൻ കാർഡ് ഉൾപ്പെടെയുള്ള റെഡിയാക്കി കൊടുക്കുന്നതിൽ കോളേജിൽ കൊടുക്കില്ലേ? SFI ആണോ വിദ്യാർത്ഥികൾക്ക് ബസ് കൺസെഷന്റെ കാർഡ് കൊടുക്കുന്നത്? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയം. അധ്യാപകരെ തല്ലുന്നതല്ല, ഗുരുനാഥന്മാരെ തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അഫ്സൽ എത്ര വാദിച്ചാലും ഗുരുക്കന്മാരെ തല്ലുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അല്ല. അഫ്സൽ പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. 2 കാലിൽ ഇയാളെ ഈ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്ന് പറയുന്നത്, 2 ആംബുലൻസ് വേണ്ടി വരും എന്ന് പറയുന്നത്, മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായ തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? അടിച്ചാശുപത്രിയിലാക്കാൻ ഞങ്ങൾ വിചാരിച്ച പറ്റുമെന്ന് പറയുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അത് നിങ്ങൾ ആദ്യം സമ്മതിക്കൂ. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. പൊതുജനങ്ങളുടെ ശ്രദ്ധ 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.